ഞാൻ നിങ്ങൾ ശ്രീരാജ്. എല്ലാവർക്കും VBLOG ഫോറിൻ്റെ കിടിലൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് കുക്കിംഗ് വീഡിയോ ആണ്. ബക്കറ്റ് ചിക്കൻ വേർഷൻ 2. അതായത് നമ്മൾ നേരത്തെ ഉണ്ടാക്കുന്ന ബക്കറ്റ് ചിക്കനൊക്കെ എല്ലാവർക്കും അറിയാം, കരിഞ്ഞു പോകുന്നു, തീ പിടിക്കുന്ന ഒരുപാട് നമ്മൾ ട്രോൾ ഉൾപ്പെടെ കണ്ടിട്ടുണ്ട്. പക്ഷേ ഈ രീതിയിൽ നിങ്ങളൊന്ന് ബക്കറ്റ് ചിക്കൻ ചെയ്ത് നോക്ക്. കിടിലൻ സാധനം കേട്ടോ, കിടിലൻ സാധനം. അതായത് ഓൾറെഡി ഞങ്ങൾ ഇന്നലെ രാത്രിയിൽ ചെയ്തിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഇൻട്രോ വീഡിയോ ആണ് ഞാനിപ്പോൾ എടുക്കുന്നത്. ഞങ്ങൾ കസിൻസ് എല്ലാവരും ചേർത്ത് ഇന്നലെ രാത്രി ചെയ്തിരുന്നത്. പൊളി സാധനം എടുത്തു കേട്ടോ, പൊളി സാധനം. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കിയ ഇങ്ങനെയൊക്കെ കണ്ടാലോ. നല്ല അടിപൊളിയായിട്ട് മഞ്ഞപ്പൊടിയും ആട്ടയൊക്കെ ഇട്ട് ക്ലീനാക്കി എടുത്ത ചിക്കൻ. നെയ്യൊന്നും കളഞ്ഞിട്ടില്ല കേട്ടോ, നെയ്യൊക്കെ അതുപോലെ നിർത്തിയിട്ടുണ്ട്. അതിലേക്ക് മാരിനേറ്റ് ചെയ്ത് നല്ല രീതിയിൽ പിടിക്കാൻ നല്ല അടിപൊളിയായിട്ട് തന്നെ അടുത്തടുത്തായിട്ട് ഒരു ദാക്ഷിണ്യം വിചാരിക്കേണ്ട വരഞ്ഞു കൊടുക്കുക. വരയുന്നതിനകത്തൊന്നും ഒരു ദാക്ഷിണ്യവും വിചാരിക്കേണ്ട. അങ്ങനെ ഇവനെ മൊത്തത്തിൽ ഒന്ന് വരഞ്ഞ് സെറ്റാക്കി എടുക്കുന്നുണ്ട്. ഇതുപോലെ നല്ല രീതിയിൽ വരഞ്ഞെടുക്കണം, എന്നാലേ മാരിനേറ്റ് ചെയ്യുന്ന സമയത്ത് ഉള്ളിലൊക്കെ നല്ല രീതിയിൽ മസാല പിടിച്ചു വരത്തുള്ളൂ. എന്നാൽ മാത്രമേ കുക്ക് ചെയ്ത് വരുമ്പോൾ അടിപൊളി ടേസ്റ്റ് കിട്ടത്തുള്ളൂ. ഒരു കമ്പി ഇതേപോലെ ഒന്ന് വളച്ചെടുത്തിട്ട് നമ്മൾ വേറൊരു കമ്പി എടുത്ത് നമ്മുടെ ഇവൻ്റെ കൈയുടെ താഴെ കൂടെ കൊളുത്തി സെൻറ്റർ ഹോളിൽ കൂടെ കൊണ്ടുവരണം. എന്നിട്ട് നമ്മൾ മറ്റേ കൊളുത്ത് അതിലേക്ക് ഇറക്കി വെച്ച് കൈയുടെ ഇപ്പുറത്തെ വശത്തുകൂടി ഇറക്കണം. കയ്യിലൊന്നും കയറാതെ നോക്കണം. കയ്യിലൊക്കെ കയറി കഴിഞ്ഞാൽ ഒരു രക്ഷ ഉണ്ടാകത്തില്ല. അതിനുശേഷം നമ്മുടെ കൈയുടെ രണ്ട് ഭാഗത്തേക്ക് ആ കമ്പി അങ്ങ് വളച്ച് വെക്കണം. ശേഷം ബാക്കി വരുന്ന എക്സസ് ആയിട്ടുള്ള കമ്പി കട്ട് ചെയ്ത് കളയാം. ആദ്യമേ അളവിൻ്റെത്താലും കുഴപ്പമില്ല. എന്നിട്ട് ഇതേപോലെ നമുക്ക് തൂക്കിയിടാൻ പറ്റും. ഇനി ഇതിനകത്ത് വേറെ കൊളുത്ത് വേണം. ആ കൊളുത്തുണ്ടെങ്കിൽ നമ്മുടെ പാട്ടയിലേക്ക് തൂക്കിയിടാൻ പറ്റത്തുള്ളൂ. അതിനെന്തായി കാണുന്ന പോലെ ചെറിയൊരു കമ്പി വളച്ചെടുത്തത് അകത്തൂടെ കയറ്റി ഇതുപോലെ നന്നായിട്ട് വളച്ചെടുക്കണം. നന്നായിട്ട് വളച്ചെടുത്തു ഇപ്പോൾ സുഖമായിട്ട് നമുക്ക് ആ പാട്ടയ്ക്കകത്ത് കെട്ടിടാം. അതേപോലെ തന്നെ തിരിച്ച് വെച്ചിട്ടും നമുക്ക് കാല് കെട്ടണം. ചിലപ്പോൾ തിരിച്ചു വെച്ചും കുക്ക് ചെയ്യേണ്ടി വരും, കറക്റ്റായിട്ട് വെന്തില്ലെങ്കിൽ. അന്നേരം നമുക്ക് പിടിച്ച് കെട്ടാനൊന്നും പറ്റത്തില്ല. കമ്പി ഇച്ചിരി കട്ടിയുള്ള കമ്പി കേട്ടോ, ഇച്ചിരി പാടാണ് കട്ട് ചെയ്യാനും ഒന്ന് തിരിച്ച് പിടിക്കാനും. ഇച്ചിരി കട്ടിയുള്ളതാണ്. അപ്പോൾ ഒട്ട് കട്ടി കുറഞ്ഞ കമ്പിയാണെങ്കിലും പണി പാടും, ഈർന്നു വരും. അപ്പോൾ ഇനി ഇവരുടെ പള്ളേ കൂടെ ഒരു കമ്പി ഇറക്കി ബാക്കിലൂടെ കുത്തി ഇറക്കിയെടുത്ത് ഇനി ചേർത്ത് രണ്ടും കൂടെ, അത് കാല് നേരത്തെ നമ്മൾ കിട്ടിയില്ലേ, അതുകൂടെ ചേർത്ത് പിടിച്ച് അവിടെ ഒരു കോളത്തോടെ ഇനി നമുക്ക് ഉണ്ടാക്കണം. ഇവിടെ ചെറിയൊരു കോളത്തോടെ ഉണ്ടാക്കണം. അതും മറ്റേ ഈ പറഞ്ഞ ഒരു പ്ലെയർ ഇട്ടൊക്കെ പിടിച്ച് ഇച്ചിരി കട്ടിപ്പണിയാണ്. കാരണം ഇച്ചിരി കട്ടിയുള്ള കമ്പി ആയതുകൊണ്ട് ഇച്ചിരി കട്ടിപ്പണിയാണ്. എളുപ്പത്തിനാരും കെട്ടുകമ്പിട്ട് ചെയ്യാതിരിക്കാറുണ്ട്. ലാസ്റ്റ് ഇളക്കാനും ഒക്കെ പാടായിരിക്കും, അല്ലെങ്കിൽ ഉയർന്നു വരും. അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ടാകും. അപ്പോൾ ഇതിങ്ങനെ ചെയ്തെടുത്ത് ബാക്കി എക്സസ് വരുന്ന കമ്പികളെല്ലാം കട്ട് ചെയ്ത് അതേ താഴെ നമുക്ക് ഹാങ് ചെയ്തിടാം, മുകളിലൊക്കെ ഹാങ് ചെയ്തിടാം. അപ്പോൾ തിരിച്ചിടേണ്ടി വരുവാണെങ്കിലും നമുക്കൊരു പ്രശ്നമില്ല. അതുകൊണ്ട് ആദ്യമേ തന്നെ രണ്ടിടം ഈ കാണുന്നതിൻ്റെ കൂട്ട് ഹാങ്ങിയുള്ള കമ്പി സെറ്റ്. അടുത്തിനി മാരിനേറ്റ് ചെയ്യാനുള്ള കൂട്ടുണ്ടാക്കണം. അപ്പോൾ നമുക്ക് വേണ്ട സാധനങ്ങളെന്ന് പറയുന്നത് ബട്ടർ, ഒരു ഫുൾ നാരങ്ങ, പിന്നെ മുളക് പൊടി ഇത് ഹോം മെയ്ഡാണ്, കാശ്മീരി ചില്ലിയാണ്. അതുകൊണ്ട് വലിയ എരിവ് വരത്തില്ല, പക്ഷെ നല്ല കളർ കിട്ടും. പിന്നെ നമുക്കുണ്ട് കുറച്ച് മഞ്ഞൾപ്പൊടി, അത് ഹോം മെയ്ഡാണെങ്കിൽ വളരെ കുറച്ച് മതി, അല്ലെങ്കിൽ ഭയങ്കര ചെവ വരും. പിന്നെ ഗരം മസാല, അതും ഹോം മെയ്ഡാണെങ്കിൽ അടിപൊളിയായിരിക്കും. കാരണം കടയിൽ നിന്ന് വാങ്ങിയൊക്കെ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും ഹോം മെയ്ഡ് ഗരം മസാലയ്ക്ക്. പിന്നെ പേരിന് ശകലം കുറച്ച് ചിക്കൻ മസാല, പിന്നെ കുരുമുളക് പൊടി, പിന്നെ കുറച്ച് ഉപ്പ്, പിന്നെ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ്. ഇത്രയാണ് നമുക്ക് മാരിനേറ്റ് ചെയ്യാൻ ആവശ്യമായ സാധനങ്ങളായിട്ടുള്ളത്. ആദ്യമേ തന്നെ നമ്മൾ ആ മുറിച്ച് വെച്ച നാരങ്ങ ഡയറക്റ്റ് ചിക്കനിലേക്ക് അപ്ലൈ ചെയ്യുക. നമ്മൾ വരഞ്ഞു കൊടുത്തതിനകത്തോട്ടൊക്കെ നന്നായിട്ട് പിഴിഞ്ഞ് കൊടുക്കുക. സാധാരണ നമ്മൾ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ മാരിനേറ്റ് ചെയ്യുമ്പോൾ അതിനകത്തേക്കാണ് നാരങ്ങ പിഴിഞ്ഞ് ചേർക്കാറുള്ളത്. പക്ഷേ ഇത് നമ്മൾ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നേരെ ഡയറക്റ്റ് പിഴിഞ്ഞ് കൊടുക്കുകയാണ്. കുരുവൊക്കെ മാറ്റിയിട്ട് നമ്മൾ മാക്സിമം നമ്മൾ ചെയ്ത് കൊടുത്തേക്കുന്ന, അതായത് വരഞ്ഞു കൊടുത്തേക്കുന്നിടത്തേക്ക് പിഴിഞ്ഞ് ചേർക്കുക. നന്നായിട്ട് തന്നെ എല്ലായിടും പിഴിഞ്ഞ് ചേർത്ത് കൊടുക്കുക. അതിനാണ് നമ്മൾ ഫുൾ നാരങ്ങ എടുത്തേക്കുന്നത്. ഇനിയിപ്പോൾ നമ്മുടെ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. ആ ബട്ടറൊക്കെ ചേർത്ത് നന്നായിട്ട് കുഴച്ചെടുക്കണം. ഒരു തുള്ളി വെള്ളം ചേർക്കാതിരിക്കണം, അത്രയും നല്ല. കാരണം വെച്ചാൽ നമ്മുടെ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഓൾറെഡി ഉണ്ട്, അതുകൊണ്ട് വെള്ളം ചേർക്കേണ്ടി വരത്തില്ല. പിന്നെ കുരുമുളക് പൊടി വേണമെങ്കിലും ഉപ്പും വേണമെങ്കിലും ഒരാവശ്യത്തിന് നമുക്ക് ചേർക്കാം. എന്നിട്ട് ഈ ഒരു പരുവത്തിൽ കുഴമ്പ് പരുവത്തിലാക്കി വെച്ചിട്ട് വേണം നമുക്ക്
മാരിനേറ്റ് ചെയ്യാനായിട്ട് ചിക്കനിലേക്ക് തേക്കാനായിട്ടുള്ളത്. ഇനി ഇത് നമ്മുടെ ചിക്കനിലേക്ക് തേച്ച് പിടിപ്പിക്കേണ്ടത്. നമ്മൾ നേരത്തെ വരഞ്ഞു കൊടുത്തേക്കുന്നിടത്തല്ല എല്ലാ സ്ഥലത്തേക്കും മാക്സിമം എവിടെയൊക്കെ നമുക്ക് തേച്ച് പിടിപ്പിക്കാമോ അങ്ങോട്ടെല്ലാം തേച്ച് പിടിപ്പിക്കണം. പിന്നെ ശ്രദ്ധിക്കേണ്ട ചില കമ്പിയുണ്ട്, ഈ കാണുന്ന പോലെ കമ്പിയുണ്ട്, അത് സൂക്ഷിച്ച് വേണം നമ്മൾ തേച്ച് പിടിപ്പിക്കാനായിട്ട്. കമ്പിയൊന്നും കൈ കൊള്ളാത്ത രീതിയിൽ വേണം ചെയ്യാനായിട്ട്. പിന്നെ താഴ്വശമൊക്കെ നമ്മൾ കെട്ടി അടച്ചേക്കുന്നതുകൊണ്ട് ഉള്ളോട്ടൊക്കെ ഇത് തേച്ച് പിടിപ്പിക്കാനായിട്ട് നല്ല രീതിയിൽ സൂക്ഷിച്ച് വേണം ചെയ്യാനായിട്ട്, കാരണം കമ്പി കൊള്ളല്. അങ്ങനെ എവിടെയൊക്കെ തേച്ച് പിടിപ്പിക്കാമോ ആ രീതിയിലുള്ള ഒരു ഏരിയ ഒരു മിക്സ് വിടാതെ എല്ലായിടവും നന്നായിട്ട് മിക്സ് ചെയ്ത് തേച്ച് പിടിപ്പിക്കണം. അങ്ങനെ നമ്മൾ ഒരു ഏരിയ വിടാതെ എല്ലായിടവും നമ്മൾ മസാല നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി ഇവനെ ഇങ്ങനെ തന്നെ ഒരു മിനിമം ഒരു 3 മണിക്കൂറെങ്കിലും നമ്മൾ റെസ്റ്റ് ചെയ്യണം. എന്നാലും മാത്രമേ നല്ല രീതിയിൽ ഉള്ളിലേക്ക് പിടിക്കത്തുള്ളൂ. ഞാനിപ്പോൾ എന്തായാലും ഒരു 4-4.5 മണിക്കൂർ ഇത് വെക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഫ്രിഡ്ജിലാണ് ഞാൻ വെക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഇവനാണ് നമ്മുടെ ബക്കറ്റ് ചിക്കൻ വെർഷൻ 2ൻ്റെ മെയിൻ ഐറ്റം. അപ്പോൾ ഇത് തകരപ്പാട്ട വിൽക്കുന്ന കടകളിലൊക്കെ വാങ്ങാൻ കിട്ടും. അപ്പം ഞാനിവിടെ ഒരു പാട്ട വാങ്ങിയിട്ട് അതിൻ്റെ മുകൾ വശം കട്ട് ചെയ്തെടുത്തേക്കാണ്. അവരെ കൊണ്ട് തന്നെ കട്ട് ചെയ്യിച്ചു. ഇതൊരു 50 രൂപ ആയിട്ടുള്ളൂ. അതിനുശേഷം 4 അറ്റമൊക്കെ ഒന്ന് ചേർത്തിട്ട് കട്ട് ചെയ്തൊക്കെ വിട്ടിട്ടുണ്ട്. എന്നാൽ മാത്രമേ കറക്റ്റ് രീതിയിൽ ഇപ്പോൾ കാണുന്നതിൻ്റെ ഫിറ്റിംഗ് ആയിട്ടിരിക്കത്തുള്ളൂ. ഇതെന്നിട്ട് വെള്ളത്തിലൊക്കെ ഇട്ട് 2 ദിവസമൊക്കെ ഇത് വെച്ച് കഴുകിയൊക്കെയാണ് ഇപ്പോൾ എടുത്തേക്കുന്നത്. കാരണം ചകത്ത എണ്ണമയവും കാര്യങ്ങളൊക്കെ മാറണം. അപ്പോൾ ഇതിനകത്ത് നമ്മളിനി ചെറിയ മെറ്റലൊക്കെ നിറച്ചിട്ടാണ് കുക്കിങ് കാര്യമൊക്കെ വരുന്നത്. എങ്ങനെയൊക്കെയാണ് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഇനിയിപ്പോൾ ഇതിനകത്ത് ഒരു ഹോളുണ്ട്, കാരണം നമ്മുടെ ബക്കറ്റ് ചിക്കൻ ഹാങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹാങ് ചെയ്തിട്ടാണ് നമ്മളിവിടെ കുക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതിനകത്ത് ഹോൾ ഇടണം. നമുക്കിനി അടുത്ത ഹോൾ ഇടുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. നമ്മുടെ സ്ക്രൂ ഡ്രൈവറോ അല്ലെങ്കിൽ മറ്റേ മൊനേനോ അങ്ങനെ എന്തെങ്കിലും സാധനം ഉപയോഗിച്ചിട്ടുണ്ട് 2 സൈഡിൽ ഒരു ഹോൾ ഇടണം. 2 സൈഡിൽ ഹോൾ ഇട്ടിട്ട് നമ്മുടെ ഈ കമ്പി ഒരു സൈഡിൽ കൂടെ കയറ്റി, നമ്മുടെ ഈ കമ്പി ഇച്ചിരി നീളമുണ്ട്, ബാക്കി കട്ട് ചെയ്ത് കളയുന്നതിന് വരെ മൊത്തത്തിൽ എടുത്ത് കഴിഞ്ഞാൽ ഇപ്പുറത്തുകൂടെ ഇട്ടിട്ട് മുകളിലേക്ക് വലിച്ചിട്ട് ഒരു ഹുക്ക് ഉണ്ടാക്കണം. കാരണം ആ ഹുക്കിലേക്കാണ് നമ്മുടെ ചിക്കനെ ഹാങ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ആ ഹുക്ക് ഇട്ട് നമ്മുടെ മുകളിൽ ബാക്കി എക്സസ് വരുന്ന കമ്പിയെല്ലാം കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ജസ്റ്റ് ഊരി പോകാത്ത രീതിയിൽ, അതായത് ചിക്കൻ താഴേക്കൂടെ തൂക്കിയിട്ട് കഴിഞ്ഞാൽ ഇത് ഊർന്ന് താഴെ പോകാത്ത രീതിയിൽ ലോക്ക് ഉണ്ടാക്കി ഇടണം. നമ്മൾ കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ 6:30-6:45. അപ്പോൾ അങ്ങനെ നമ്മൾ പരിപാടി തുടങ്ങി. ഇത് നമുക്ക് വേണമെങ്കിൽ സ്റ്റൗവിലും ചെയ്യാം കേട്ടോ. പക്ഷേ നമ്മളൊരു ഔട്ട്ഡോർ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ തീ കൂട്ടിയിട്ട് ചെയ്യുന്നത്. അപ്പോൾ കത്തിച്ചെടുക്കാൻ ഇച്ചിരി പാടുണ്ട്, കാരണം മണ്ണെണ്ണയൊന്നും അധികം ഉപയോഗിക്കാറോ വളരെ കുറച്ച് യൂസ് ചെയ്ത് കാരണം സ്മെല്ലെങ്ങാനും പിടിച്ചാലോ എന്ന് കരുതിയിട്ട്. നമ്മുടെ കസിൻസ് എല്ലാവരും നമ്മൾ തുടങ്ങിയപ്പോൾ തന്നെ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അവരുടെ ഇവിടെ കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കുന്നു. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തീയായിട്ടുണ്ട്. നമുക്കിനി പാട്ട വെച്ച് കൊടുക്കാം. അതിലേക്ക് നമ്മൾ നല്ല രീതിയിൽ കഴുകി വൃത്തിയാക്കിയ കുഞ്ഞ് മെറ്റൽ, അതായത് കുഞ്ഞ് പാറക്കഷ്ണം, അത് നമ്മളതിനകത്ത് ഇട്ട് കൊടുക്കുന്നു. പാട്ടം ചൂടായി വന്നപ്പോഴത്തേക്ക് അത് ഒത്തിരി ഹൈറ്റിലൊന്നും വേണ്ട, നമ്മുടെ ചിക്കനകത്ത് തട്ടും. അത് ചെറിയൊരു ലെയർ, ഇതായി കാണുന്നതിൻ്റെ കൂട്ട് ചെറിയൊരു ലെയറിനുള്ള മെറ്റൽ മതി. അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഉണക്കിയെടുത്ത മെറ്റൽ വേണമെന്നേ ഉള്ളൂ. ഇനി നമ്മളുടെ ചിക്കൻ ഇതിലേക്ക് നമുക്ക് കൊളുത്തിയിടാം. നമ്മൾ അതിനകത്ത് ഉണ്ടാക്കി വെച്ചിരുന്ന കൊളുത്തിലേക്ക് ചിക്കൻ കൊളുത്തി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി നേരെ നമുക്ക് നമ്മുടെ പാട്ടയിലേക്ക് ഇറക്കി വെക്കാം. അത്യാവശ്യം ചൂടായിട്ടുണ്ട്, നല്ല ചൂട് നമ്മുടെ പാറയിൽ നിന്ന് അടിക്കുന്നുണ്ട്. അതിലേക്ക് കമഴ്ത്തി വെച്ച് സൈഡ് മാക്സിമം എയർ പോവാത്ത രീതിയിൽ കൊള്ളിച്ച് വേണം വെക്കാനായിട്ട്, ഇല്ലെങ്കിൽ അതിലേക്കൂടെ എയർ പുറത്തേക്ക് പോകും. മാക്സിമം കൊള്ളിച്ച് വെക്കാം. അതിനുശേഷം നമ്മുടെ ആ വലിയ ഹോള് കാണുന്നില്ലേ, ആ ഹോളിൽ കൂടെ നമുക്ക് ചിക്കനെ കാണാൻ പറ്റും. അത്യാവശ്യം വേവുന്നുണ്ടോ, എന്തായ അവസ്ഥ എന്നൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഒരു കുഞ്ഞൊരു ഉള്ളി എടുത്ത് വെക്കുകയും ചെയ്യാം. ഫുൾ ടൈം തുറന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞൊരു എയറല്ല അതിലെ കുഴപ്പമില്ലേ. ഇവിടെ ഒരാൾ ഭയങ്കര ആക്റ്റീവ് കേട്ടോ, ഇതേതല്ലേ തീ ഇടാതിരിക്കാനായിട്ട് വീശിക്കൊണ്ടിരുന്നത്. കുഞ്ഞിവിടെ ഭയങ്കര ആക്റ്റീവാണ്. നമുക്കൊന്ന് തുറന്ന് നോക്കാം എന്താ അവസ്ഥ എന്നറിയത്തില്ല. വെന്തോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആയോ ഒരു പിടിയില്ല. കുഴപ്പമില്ല, വേവാൻ തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും കരിയത്തില്ലെന്ന് ഉറപ്പാണ്. കാരണം വെച്ചാൽ നമ്മളിത് പാറ ചൂടായിട്ട് ആ ചൂടാണ് ഇതിലേക്ക് വരുന്നത്, സ്റ്റീമിലാണ് ഇത് വേവുന്നത്. അതുകൊണ്ട് കരിയുമെന്നുള്ള പേടി ഈ ഒരു കാര്യത്തിന് വേണ്ടേ വേണ്ട. നമ്മുടെ മറ്റൊരു ബക്കറ്റ് ചിക്കൻ്റെ കൂട്ട്
ഇതിപ്പോൾ ചെറിയൊരു ക്യാമ്പ് ഫയർ പോലെ ആയി കേട്ടോ. കാര്യം പാട്ടും കാര്യമൊക്കെ ഉണ്ട് ഇവിടെ. ഭയങ്കര ഡാൻസ്, കുഞ്ഞി റോക്കിംഗ് ആണ് ഇവിടെ. കുഞ്ഞി ഡാൻസിനകത്ത് ഒരാളൊക്കെ വെച്ച് ഇവിടെ ഭയങ്കര റോക്കിംഗ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ചെറിയൊരു പാട്ടൊക്കെ ഇട്ട് ചെറിയ ക്യാമ്പ് ഫയർ പോലത്തെ സെറ്റപ്പായി. സത്യം പറഞ്ഞാൽ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത് നൈറ്റും കൂടെ ആയതുകൊണ്ട് എല്ലാവരും ഭയങ്കര എൻജോയ്മെൻറ്റ് മോഡിലാണ് ഇവിടെ. ഇവിടെ പാട്ടും ഡാൻസൊക്കെ തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുക. നമ്മുടെ ബക്കറ്റ് ചിക്കൻ വേർഷൻ 2 എന്തായാലും തുറന്ന് നോക്കാം. ഏകദേശം ഇപ്പോൾ ഒരു അരമണിക്കൂർ മേളിലായിട്ടുണ്ട് കേട്ടോ. ഒരു 40 മിനിറ്റ് അടുപ്പിച്ചായിട്ടുണ്ട്. എടാ മോനെ പൊളി സാധനം. എന്താ ഇപ്പോൾ ഞാൻ കാണിച്ചു തരാം. മസാലയുടെ ഒക്കെ ഫ്ലേവർ ഉണ്ടല്ലോ, നല്ല രീതിയിൽ നമ്മുടെ മൂക്കിലേക്ക് കയറുകയാണ്. ഒരു രീതിയിൽ കരിയത്തിൽ 100% ഗ്യാരൻറ്റീഡ് ആയിരുന്നു. കാരണം സ്റ്റീമിലായതുകൊണ്ട് നല്ല രീതിയിൽ സാധനം കുക്കായിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ അറിയാം. ചിക്കൻ അപ്പോൾ നല്ല രീതിയിൽ തന്നെ വെന്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിതിനെ നേരെ പ്ലേറ്റിലേക്ക് മാറ്റുകയാണ്. ഇത് നമ്മുടെ ബക്കറ്റ് ചിക്കൻ വേർഷൻ 2. ഈ ചിക്കൻ കരിഞ്ഞു പോകുന്നാരും പരാതി പറയണ്ട, ബക്കറ്റ് കരിഞ്ഞു പോകുന്ന പരാതി പറയണ്ട. നല്ല അടിപൊളി ഹെൽത്തി ആയിട്ടുള്ള ബക്കറ്റ് ചിക്കൻ വേർഷൻ 2. ചിക്കനൊക്കെ അടിപൊളി സെറ്റായിട്ട് കിട്ടിയതുകൊണ്ട് നമ്മൾ കുറച്ച് കുബൂസ് വാങ്ങിച്ചു, അതൊന്ന് ചൂടാക്കി എടുക്കണം. പിന്നെ കുറച്ച് മയനേസ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതെല്ലാം ചേർത്തൊരു പിടി പിടിക്കണം ഇനി. അപ്പോൾ ഇനി ഇവനെ ഒന്ന് രണ്ടായിട്ടൊന്ന് മുറിച്ചെടുക്കണം. കാര്യം അകത്തെ കമ്പിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. കയ്യിലൊന്ന് തട്ടാതെ നമുക്ക് കഴിക്കണമെങ്കിൽ രണ്ടായിട്ടെങ്കിലും മിനിമം മുറിച്ചിടണം. അതിനുശേഷം നമുക്കൊരു പിടി പിടിക്കണം. എല്ലാവർക്കും കൂടെ ഇതൊന്നും ആവത്തില്ല, ബട്ട് എല്ലാവരും ചേർന്ന് കഴിക്കുന്നത് ഒരു സന്തോഷം. ആ സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടത്. ചിക്കനൊക്കെ സോഫ്റ്റ് പോലെ നല്ല രീതിയിൽ വെന്ത് കിട്ടിയിട്ടുണ്ട്. കാരണം കടിച്ചു പറിക്കാതെ തന്നെ നമുക്ക് കൈവച്ച് അടർത്തിയെടുക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ മസാല അടക്കം ഫ്ലേവർ നല്ല രീതിയിൽ എടുത്ത് നിൽക്കുന്നുണ്ട്. സൂപ്പർ സാധനം കേട്ടോ, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക. ആ നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി ബെൽ ബട്ടൺ കൂടി അമർത്തുക. ദിസ് ഈസ് ശ്രീരാജ് സൈനിങ് ഓഫ്.